5 വർഷത്തേക്ക് ഏറ്റവും സേഫായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനുശേഷവും 2047 വരെ, 2047 ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ മുന്നിലുള്ള ലക്ഷ്യം, കേന്ദ്ര ഗവൺമെൻറ് മുന്നിലുള്ള ലക്ഷ്യം, അതുവരെ ഏറ്റവും സേഫായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കഴിഞ്ഞു. 2047 ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആയി മാറുമ്പോൾ അതിന് ഒരു കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് തിരുവനന്തപുരം. അതിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമം ഞങ്ങൾ ആരംഭിച്ചു, ശക്തമായിട്ട് കൊണ്ടുപോകും. ഈ ഒരു സുഗതൻ വിഷയം വന്നതിൽ പിന്നാലെ BJPയുടെ തിരുവനന്തപുരത്തെ ഭരണം അങ്ങ് അട്ടിമറിച്ച് കളഞ്ഞു. അവിടെ ഇപ്പോൾ ഞങ്ങൾക്കിതാ ഭരണത്തിലങ്ങ് ഏറാമെന്നുള്ള ഒരു വ്യാമോഹത്തിൽ കഴിയുന്ന ഇടതുപക്ഷവും അതോടൊപ്പം കൂട്ടുചേർന്ന് നിൽക്കുന്ന വലതുപക്ഷവും. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തമാശയായിട്ടാണ് തോന്നുന്നതെന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ഇല്ലാന്ന് മാത്രമല്ല, ഈ പറയുന്ന തോതിൽ BJPയുടെ സീറ്റിൻ്റെ അടുത്തെത്താൻ പോലുമായിട്ടുള്ള സീറ്റുകളില്ല എന്നുള്ളത് വാസ്തവം. കോൺഗ്രസിനുള്ളത് 20 സീറ്റുകൾ, LDFിനുള്ളത് 29 സീറ്റുകൾ, BJPക്ക് 50 സീറ്റുകളുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് BJP മലർത്തിയടിക്കാനായിട്ട് ഒട്ടും സാധിക്കത്തില്ല എന്നുള്ളത് ഏതൊരു പൊട്ടം ചിന്തിച്ചാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഉള്ളൊരു ആ കോമഡി എന്ന് പറയുന്നത് രണ്ടെണ്ണവും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ഇന്ത്യ സഖ്യം അങ്ങ് ബിൽഡപ്പ് ചെയ്തിട്ട് BJPയെ മലർത്തിയടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അവിടെയും നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതിലും സാധ്യതകൾ വളരെയേറെ കുറവാണ്. പക്ഷേ എന്താ പറയുക, ഗതി കെട്ട് കഴിഞ്ഞാൽ എന്തിനും തയ്യാറായി നിൽക്കുന്ന തരത്തിലോട്ടാണോ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും പോക്കെന്നുള്ളത് സംശയകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ സംഭവിക്കാനായിട്ടുള്ള സാധ്യത വളരെയേറെ വിരളമാണ്. ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ അത് LDFിൻ്റെ കുഴി തോണ്ടി LDF ആ കുഴിക്കകത്തോട്ട് വീഴുന്ന തരത്തോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് 100% ഉറപ്പാണ്. അത് BJPയുടെ കൈക്കുമ്പിളിൽ കൊണ്ട് കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഭവമായിട്ട് മാറുമെന്നുള്ളതും വാസ്തവമാണ്. ഇതിൽ BJPക്ക് ഭൂരിപക്ഷം തയ്ക്കാനായിട്ട് ഒരാളുടെ പിന്തുണ കൂടി ആവശ്യമുണ്ടായിരുന്നു. അതാണ് സ്വതന്ത്രനായിട്ട് വിജയിച്ചു വന്ന പാറ്റൂർ രാധാകൃഷ്ണൻ. പുള്ളിക്കാരനാണ് BJPയുടെ ആ ഒരു ഭൂരിപക്ഷം തയ്ച്ചിട്ടുള്ള ഒരാളെന്ന് പറയുന്നത്, 51 സീറ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ പുള്ളിക്കാരനെ ഇപ്പോൾ അങ്ങ് മറുകണ്ഠം ചാടിക്കാം എന്നൊക്കെയുള്ള വളരെയധികം രീതിയിലുള്ള ഒരു പിടിവലിയൊക്കെ തന്നെ പല രീതിയിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം കോൺഗ്രസ് ഇപ്പോൾ ഈ പറയുന്ന തോതിൽ അവിശ്വാസ പ്രമേയമൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ എന്തൊക്കെയോ ഒന്ന് കാട്ടിക്കൂട്ടാന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ പിറകിൽ നിന്ന് കളിക്കുന്ന ഒരു ടീം എന്ന് പറയുന്നത്. കാരണം മുന്നിൽ നിന്ന് കളിക്കാനായിട്ട് വയ്യ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങ് ഏൽപ്പിച്ചിട്ട് അവരൊക്കെ പിന്നീട് അങ്ങ് മറഞ്ഞു നിൽക്കുവാണ്. കാരണം ഉള്ള ചീത്തപ്പേരും ഉള്ള തെറിവിളിയും ഉള്ള പ്രശ്നങ്ങളും എല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കിട്ടിക്കൊണ്ട് ഞങ്ങൾ സൈഡിൽ ഇരുന്ന് മഴ നനയാതെ മീൻ പിടിക്കാമെന്നുള്ള രീതിയാണ്. അതായത് ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ട് ഗോൾ അടിക്കാമെന്നുള്ള രീതിയിലുള്ള കോൺഗ്രസിന്റെ അതേ നിലപാടാണ് ഇതിലെന്ന് പറയുന്നത്. പക്ഷേ ഒരു ചുക്ക് സംഭവിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യം. ഇവിടെ ഈ VV രാജേഷ് പറഞ്ഞ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ്. കാരണം അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഈ പറയുന്ന രീതിയിൽ സുഗതൻ വിഷയമായാലും ഇനി എന്ത് തേങ്ങ ആയാലും അവർക്ക് അവിടെ ഒരു ചുക്കും സംഭവിക്കത്തില്ല എന്നുള്ളത് അവർക്ക് 100% ആ ഒരു തരത്തിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഒരു മേയർ ഇത്രയധികം ആത്മവിശ്വാസത്തോടുകൂടി ഇങ്ങനെ കാര്യം. അതായത് ഇവർ അടുത്ത 5 കൊല്ലം അല്ല പറയുന്നത്, അവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇനിയും വർഷങ്ങൾ, അതായത് 2047 വരെയുള്ള കണക്കുകൂട്ടലിലാണ് ഇവർ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ ചിന്തിക്കാമല്ലോ അവരുടെ ആ ഒരു വിശ്വാസം എത്രത്തോളമാണ്, ആ ഒരു കോൺഫിഡൻസ് എത്രത്തോളം നിലവിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഈ ഒരു ചുരുങ്ങിയ 4-5 മാസം കൊണ്ട് തീർച്ചയായിട്ടും അത് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ മേയർ VV രാജേഷ് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്റ്റ് BJPക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു ബൂസ്റ്റ് ഉണ്ട്, ഒരു പ്ലസ് ഉണ്ട് തിരുവനന്തപുരത്ത്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ ഒട്ടാകെ ഈ ഒരേ ഒരു മേയർ മാത്രമേ ഉള്ളൂ, ഒരേ ഒരു കോർപ്പറേഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചോദ്യം വരെ ആളുകൾക്കിടയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ജനങ്ങൾക്കിടയിൽ ഒരു സംസാര വിഷയമായി അത്രത്തോളം സപ്പോർട്ട് പല കോണുകളിൽ നിന്നും ഈ പറയുന്ന VV രാജേഷിന് കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി. ഇടതുപക്ഷത്തിന്റെ പൊള്ളയായ നാടകങ്ങൾ എന്താണ് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി. അതോടൊപ്പം തന്നെ അതിനിടയിൽ കൂടി പണിയാൻ നിൽക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലായി. അപ്പോൾ പല രീതിയിൽ ഇതിപ്പോൾ BJPക്ക് പ്ലസ് ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരിക്കുകയാണെന്നൊരു സംശയമില്ല. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, നിലവിലത്തെ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോൺഗ്രസ് ആയാലും വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ തിരുവനന്തപുരം നഗരസഭ നടക്കാനായി പോകുന്നില്ല എന്നതാണ് വാസ്തവം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇനി എന്ത് കുന്ത സംഭവിച്ചാലും BJPക്കുള്ള പിന്തുണ BJPക്ക് തന്നെയാണ്. അത് ഇനി മാറി മറിഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റാനായിട്ട് ഉദ്ദേശിച്ചില്ല എന്ന് പച്ചയ്ക്ക് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി. മാപ്രകൾ ഉൾപ്പെടെ തലങ്ങും വിലങ്ങും മാറിയും തിരിഞ്ഞും ഒക്കെ തന്നെ ഇങ്ങനെ ഇനി മാറി ചിന്തിക്കുമോ എന്നുള്ള തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യമില്ല, അങ്ങേര് സ്റ്റേൺ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങേർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമുണ്ട്, ആ ഒരു രീതി തന്നെയാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന സുഗതൻ വിഷയം അതോടൊപ്പം തന്നെ അവിടുത്തെ പല രീതിയിൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ കോർപ്പറേഷൻ അട്ടിമറിച്ച് കളയാമെന്നുള്ള പ്ലാനൊക്കെ തന്നെയും എട്ടാക്കി മടക്കി പോക്കറ്റ് വയ്ക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മേയർ VV രാജേഷ് എന്നെ മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് അങ്ങേര് പച്ചയ്ക്ക് തുറന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ 100% വ്യക്തമായിട്ടൊരു കാര്യമാണ്. പക്ഷേ എന്തൊക്കെ തന്നെയായാലും ഈ പറയുന്ന LDFും അതോടൊപ്പം തന്നെ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രതിപക്ഷത്താണ്, നിങ്ങൾക്ക് വേണ്ട രീതിക്കുള്ള സീറ്റുകൾ ജനങ്ങൾ തന്നിട്ടില്ല. അത് അംഗീകരിച്ചുകൊണ്ട് നല്ലൊരു പ്രതിപക്ഷമാവാനെങ്കിലും നിങ്ങൾ പഠിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ജനവികാരം എന്താണെന്നോ ജനവിധി എന്താണെന്നോ അംഗീകരിക്കാതെ ഒരു ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അതിൽ കയറി ഞങ്ങൾ കസേരയിൽ കയറി ഇരിക്കാമെന്നൊക്കെയുള്ള ചിന്തകൾ ജനത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ്. ഇവിടെ ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നു, ഇവിടെ ഒരു റീഇലക്ഷൻ ഇപ്പോൾ വെച്ചാൽ പോലും കഴിഞ്ഞ തവണ BJP കിട്ടിയ സീറ്റുകൾ എത്രയാണോ അതിൽ കൂടുതൽ കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുകയും ഇടതുപക്ഷം പൂർണ്ണ തോതിൽ തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മാറുമെന്നുള്ളതും അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അത് തന്നെയാണ് BJPയുടെ നിലവിലത്തെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാതെ വെറുതെ പൊട്ടത്തരങ്ങൾ കാണിച്ചു വയ്ക്കുന്ന രീതി അവസാനിപ്പിക്കുന്നതായിരിക്കും ഇടതുപക്ഷത്തിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും നിലവിൽ നല്ലതെന്ന് പറയുന്നത്.